അങ്ങനെ ഞങ്ങളിത് ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ നിഫാറ്റിൽ ഫിഷറീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കുറച്ച് ദിവസത്തെ ട്രെയിനിങ്. മുടിഞ്ഞ വെയിലായിരുന്നു. എങ്ങനെയോ കാല് കുത്താൻ സ്ഥലം കിട്ടിയ ട്രെയിനിൽ. പിന്നെ കിട്ടിയ സ്ഥലത്ത് ബാഗും വെച്ചു. സുലുത് എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനാണ് എന്നെ ഈ പറയുന്നത്, വീഡിയോ എടുത്തതുകൊണ്ട്. അതേ കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ, എറണാകുളത്ത്. ഇറങ്ങിയതിന് ശേഷം നടന്ന് ഒരാളൊഴിഞ്ഞ പ്ലാറ്റ്ഫോം നോക്കി ചെന്നിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോയായിരുന്നു ഉച്ചയ്ക്കുള്ളത്. എന്നിട്ട് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിൽ ചെന്നു. കുറേ നേരം ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. എന്തിനാന്നുള്ള വെറുതെ. അപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. എത്ര ശരിയാണെന്ന് നോക്കണേ ഈ പറഞ്ഞ കാര്യം. ഡോണ്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റി, ക്രിയേറ്റ് ഇറ്റ്. അതെ, അവസരങ്ങളെ തേടി നമ്മൾ പോകണം. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരത്തില്ല, അല്ലേ? കറക്റ്റാണ് അത്. പിന്നെ ഒരു ഊബർ ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് പോവേണ്ട സ്ഥലത്തോട്ട് ചെല്ലാണ് കേട്ടോ. ഞങ്ങളുടെ മിസ്സുമാർ ഓൾറെഡി അവിടെ വെയിറ്റിംഗ് ആണ്, വിളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ കറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നിഫാറ്റിലെത്തിയിട്ട് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ക്വാർട്ടേഴ്സിലേക്ക് വന്നു. അവരുടെ ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾക്ക് സ്റ്റേയും കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. ഒരു 2 നില വീട്, അതിൻ്റെ അകത്ത് ഞങ്ങൾ 4 പേരും മാത്രം. പിന്നെ എൻ്റെ ഫ്രണ്ട് അസ്ലം എന്നെ കാണാൻ വന്നു കേട്ടോ. പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയി ഫുഡ് എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ പോയിരുന്ന് ചായയൊക്കെ കുടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് രാത്രിയത്തെ ഫുഡ് മേടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് അവിടെ വന്നതുകൊണ്ട് തന്നെ അവിടെ വെള്ളം പോലും ഇല്ലായിരിക്കും. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലറ ചില്ലറ സാധനങ്ങളും മേടിച്ചു. ഒരു കേസ് മിനറൽ വാട്ടറും എടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ റൂമിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.